അപ്പൊ എല്ലാവർക്കും അപ്ഡേറ്റ്സ് കോർണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കുറച്ച് അന്യഭാഷ സിനിമകളെ പറ്റിയാണ് നോക്കാൻ പോണത്. ഏതാ ആദ്യത്തെ പടം? ആദ്യം നമുക്ക് NTR നീൽ സിനിമനെ പറ്റി. NTR 31. പ്രശാന്ത് നീൽ NTR ഒരുമിച്ച് അഭിനയിക്കുന്ന സിനിമ, ഒരുമിച്ച് കൊളാബറേറ്റ് ചെയ്യുന്ന സിനിമ. അതായത് NTRന്റെ കരിയറിൽ തന്നെ ഇമ്പോർട്ടൻറ്റ് സിനിമ. പ്രശാന്തിനെ സംബന്ധിച്ചിടത്തോളം സലാർ കുറച്ച് മിക്സഡ് ആയിട്ടാണ് വന്നതെങ്കിൽ അയാളുടെ ഫോട്ടോ എന്താണെന്ന് കാണിക്കാൻ ചേർത്തുള്ള സിനിമ. ടോവിനോ തോമസ് വരെ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട് എന്നുള്ളൊരു അപ്ഡേറ്റ് പോലും വന്നതാണ്. അതിലിപ്പോ NTR ഏപ്രിൽ 24 ഷൂട്ടിൽ ജോയിൻ ചെയ്യാം. അതാണ് ഫസ്റ്റത്തെ ഹോട്ട് അപ്ഡേറ്റ്. ഓക്കെ, അടുത്തത് നമ്മുടെ കണ്ണപ്പ പറഞ്ഞ ഫിലിം ഉണ്ടല്ലോ, ആ സിനിമ ഏപ്രിൽ 25 റിലീസ് ചെയ്യാണ്ടായിരുന്നു. പക്ഷെ സിനിമ റിലീസ് പോസ്റ്റ്പോൺ ചെയ്തിട്ടുണ്ട്. കൃത്യമായിട്ടൊരു ഡേറ്റ് ഇപ്പൊ പറഞ്ഞിട്ടില്ല. ജൂണിൽ റിലീസ് ചെയ്യുന്നതാണ് കേൾക്കുന്നൊരു വാർത്ത. അതായത് സിനിമ ഇമ്പോർട്ടന്റ് ആവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ നടൻ മോഹൻ ബാബുവിന്റെ മകനാണ് വിഷ്ണു മഞ്ചു എന്ന് പറയുന്നത്. വിഷ്ണു മഞ്ചുവിന്റെ അനിയൻ മനോജ് മഞ്ചു, രണ്ടുപേരാണ്. പിന്നെ അവരെ തന്നെ മഞ്ജു ലക്ഷ്മി എന്ന് പറഞ്ഞിട്ട് അവർക്ക് ചേച്ചിയും കൂടി നമ്മളെ മോൺസ്റ്ററിൽ വില്ലത്തിയായിട്ട് അഭിനയിച്ച ഹണിറോസ്. അപ്പൊ ഈ മഞ്ജു വിഷ്ണുവിന്റെ സിനിമ അല്ലെങ്കിൽ മോഹൻ ബാബു ആണ് നമ്മളെ നരസിംഹ റീമേക്ക് തെലുങ്കിൽ അഭിനയിച്ച അധിപതി എന്ന് പറഞ്ഞത്. അപ്പൊ അവർക്കൊക്കെ നമ്മൾ നല്ല ബന്ധമുണ്ട്. സിനിമയിൽ മോഹൻലാൽ അഭിനയിക്കുന്നു, അക്ഷയ് കുമാർ അഭിനയിക്കുന്നു, പ്രഭാസ് അഭിനയിക്കുന്നു, അപ്പോ ശരത് കുമാർ അഭിനയിക്കുന്നു. അപ്പൊ അതൊരു പാൻ ഇന്ത്യൻ ലെവലിൽ പിന്നെ സിനിമയുടെ സംവിധായകനെ കിട്ടിയിട്ട് എല്ലാവർക്കും തൊട്ടുനാൾക്ക് മുന്നേ സിനിമ എടുത്ത പരിചയമില്ലല്ലോ എന്നുള്ള തരത്തിലൊക്കെ വിക്രം എന്ന് പറഞ്ഞ ആളെ. പക്ഷെ സ്റ്റാർ പ്ലസിന്റെ മഹാഭാരതം ഡയറക്ട് ചെയ്ത ആളാണ് മൂപ്പർ. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്പീരിയൻസ് ആ ഒരു പ്ലോട്ടിൽ ആൾക്ക് എക്സ്പീരിയൻസ് ആണ്. അതാണ് അതിൽ വലിയൊരു അപ്ഡേറ്റ് ആയി പോകുന്നത്. അടുത്ത വരുന്ന അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ലൈക്കയുടെ സിനിമയെ പറ്റിയിട്ടാണ്. അതെ അതെ, ലൈക്കയില് 2 സിനിമകളാണ് വരുന്നത്. അതിലത്തെ ഒന്ന് രജനീകാന്തിന്റെ സിനിമയാണ്. അത് വലിയൊരു തന്നെയാണ് വരുന്നത്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓരോ ഇൻഡസ്ട്രിയിൽ നിന്നും ബിഗ് ആയിട്ടുള്ള ആൾക്കാരെ ചെയ്യുന്ന സിനിമ തന്നെ ആയിരിക്കും. നമ്മളിപ്പോ കേൾക്കുന്ന വെച്ചാൽ നമ്മുടെ ജയിലറൊക്കെ ഉണ്ടല്ലോ, അതുപോലെ പാൻ ഇന്ത്യൻ ഫിലിം പോലെ അതത് ഇൻഡസ്ട്രികളിലെ വലിയ വലിയ താരങ്ങൾ. അപ്പൊ നമ്മുടെ ജയിലറിൽ നോക്കുകയാണെങ്കിൽ ഹിന്ദിയിൽ നിന്ന് അത്ര വലിയ താരങ്ങൾ ഉണ്ടായില്ല. പക്ഷെ ഈ സിനിമയിൽ എല്ലാ ജാക്കി ഷ്രോഫ് ഉണ്ടായിരുന്നു. പക്ഷെ ഒരു വലിയൊരു സ്റ്റാർ കാസ്റ്റ് നമ്മുടെ ഇവിടുത്തെ ലാലേട്ടൻ പോലെ സ്റ്റാർ ഉണ്ടായിട്ടില്ല. അപ്പൊ ആ സിനിമയില് ഇതേപോലെ അതത് ഇൻഡസ്ട്രികളിലെ വലിയ താരങ്ങൾ വരുന്ന കേൾക്കുന്നു. അപ്പോ ലൈക്ക ഷട്ട് ഡൗൺ ചെയ്യാൻ പോകുന്നൊരു വാർത്ത കേട്ടിട്ടുണ്ട്. പക്ഷെ അവരുടെ ഒരു വലിയൊരു തിരിച്ചവരായിരിക്കും പടം. അതുപോലെ തന്നെ ലൈക്ക വേറൊരു സ്റ്റാർ ഫിലിം കൂടി ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അത് കമൽഹാസനെ വെച്ചിട്ടാണ് സിനിമ എന്നപ്പോ കേൾക്കുന്ന വാർത്ത. അപ്പൊ അതിനെ പറ്റി നമുക്ക് പറയുമ്പോൾ ഒരു എക്സൈറ്റ്മെന്റ് ആയിട്ടുള്ള കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല്, കമൽഹാസൻ 237 പറഞ്ഞിട്ട് നമ്മുടെ അൻബർ മാസ്റ്റേഴ്സ് സ്റ്റണ്ട് ആക്ടേഴ്സ് ഒരു പടം ചെയ്യാൻ വെച്ചിട്ടുണ്ടല്ലോ രാജ് കമൽ പ്രൊഡക്ഷനില്. ആ സിനിമയാണ് വരാൻ പോകുന്ന ഒരു വാർത്ത കേൾക്കുന്നുണ്ട്. കാരണം കഴിഞ്ഞ മാസം അൻബർ മാസ്റ്റേഴ്സ് അമേരിക്കയിൽ പോയിട്ട് കമൽഹാസനെ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം അദ്ദേഹം ഇപ്പൊ പഠിക്കാൻ വേണ്ടിയിട്ട് അമേരിക്കയിൽ പോയിരിക്കുകയാണല്ലോ. അപ്പൊ അവരെ വിളിച്ച് മീറ്റ് ചെയ്തെന്നും അതുപോലെ തന്നെ ആ സിനിമ ആയിരിക്കും ആ സിനിമയിൽ ലൈക്ക് കൊളാബറേറ്റ് ചെയ്യാൻ പോകുമെന്നും കേൾക്കുന്നുണ്ട്. പിന്നെ ഓൾറെഡി നമ്മുടെ മാസ്റ്റേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ സിനിമ ഒരു വലിയ ആക്ഷൻ ഫിലിം ആണെന്നുള്ളത്. അപ്പോ വിക്രമിന് ശേഷം നമുക്ക് നല്ലൊരു ആക്ഷൻ ഫിലിം കമൽഹാസൻ സാറിന്റെ കാണാം. ഇന്നിപ്പോ അതിന്റെ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ഒരു ഫോട്ടോ നമ്മളെ കർണനെ ഓർമ്മിപ്പിക്കും വിധം ഒരു വാള്. അപ്പോ അവര് വലിയൊരു പ്രൊഡക്ഷൻ ആണ്. 2.0 കൊളാബറേറ്റ് ചെയ്ത ആൾക്കാരാണ്. എന്ത് കാട് ഒക്കെ അവരാണ്. അപ്പോ അവര് കുറെ കാലമായിട്ട് ധനുഷൻ ഡേറ്റ് ഉണ്ടായിരുന്നു. ആരായിരിക്കും ഡയറക്ടർ, JVM ആണോ മാരി സെൽവരാജ് ആണോ, കുറെ ഡിസ്കഷൻസ് കഴിഞ്ഞിട്ട് ഈ പടം അനൗൺസ് ചെയ്തു. വാഴ കഴിഞ്ഞിട്ട് വരുന്ന മാരി സെൽവരാജ്. അതെ, വാഴ എന്ന് പറയാം, പലർക്കും കൺഫ്യൂഷൻ. വാഴ സിനിമ. അപ്പോ അതാണ് തമിഴിൽ അത് വെച്ചിട്ട് നമുക്ക് ക്ലോസ് ചെയ്യാൻ. അടുത്തത് എക്സൈറ്റിംഗ് ആയിട്ടുള്ള അപ്ഡേറ്റ് SRKയുടെ ഫിലിമാണ് കിങ് എന്ന് പറഞ്ഞ. കിങ് ഇപ്പോ ടൈറ്റിൽ കേൾക്കുന്ന സിനിമ. സിദ്ധാർത്ഥ് ആനന്ദ് 10 കഴിഞ്ഞിട്ട് ഹൃതിക് റോഷൻ. അപ്പോ വാറ് സിനിമ ഉണ്ട്. അപ്പൊ സിദ്ധാർത്ഥ ആനന്ദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ ആക്ഷൻ ഫിലിംസ് ചെയ്യണേൽ ഹിന്ദിയിൽ ഒരു നല്ല ഡയറക്ടർ കഴിയണം. അപ്പൊ കിങ്ങിന്റെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പ്രിയങ്ക ചോപ്രയാണ് ആദ്യം നായിക ആവാന്നൊരു ഇതുണ്ടായിരുന്നു. പിന്നെ അത് വീണ്ടും SRKയുടെ ഭാഗ്യ നായിക ദീപികയിലേക്ക് തന്നെ എത്തിയായിരുന്നു. സിനിമയെ പറ്റി വേറെ പറഞ്ഞ കേട്ടിരുന്ന അനിമലിന്റെ മ്യൂസിക് ഡയറക്ടർ ഹർഷവർദ്ധൻ ഈ സിനിമയിലും മ്യൂസിക് ഡയറക്ടർ ആയിട്ട് വരുന്നു. അതിനു പുറമെ സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി ചെയ്യണം നമ്മൾ അനിരുദ്ധാണ്. ജവാൻ പോലുള്ള വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള സിനിമയുടെ ഇതായിട്ട് പറയുമ്പോൾ അനിരുദ്ധിനോട് ഇപ്പൊ അടുത്തൊരു ഇന്റർവ്യൂവിൽ അനിരുദ്ധ് പറഞ്ഞിരുന്നു കൂലി SRKയുടെ സിനിമ. ഇത് രണ്ടുമാണ്
അത് ജവാനില് ഒരു പാട്ട് ചെയ്യാൻ പോയ അതെ. ആ അനിരുദ്ധിനെ പിടിച്ചിട്ട് ആ ഫുള്ള് സിനിമ ഏൽപ്പിച്ചതാണ്. അപ്പോ അത് പിന്നെ അതിന്റെ ഓഡിയോ ലോഞ്ചിലും SRK വന്ന് സംസാരിക്കുമ്പോ അനിരുദ്ധിനോടുള്ള ഒരു ഇത് അതിനൊക്കെ വ്യക്തമായിരുന്നു. ട്രെയിലർ വന്നപ്പോ ഭയങ്കര music അതെ അതെ അങ്ങനെ അതെ വന്നായിരുന്നു. അതെ. പിന്നെ ഇന്ത്യയിൽ എക്സൈറ്റഡ് ആയിട്ട് വരുന്ന അടുത്ത അപ്ഡേറ്റ് ക്രിഷ് ഫോറിൻ. ക്രിഷ് ഫോറിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോയി മീഡിയ എന്ന് പറഞ്ഞിട്ട് ഒരു സയന്റിഫിക്, അതായത് UFO ബേസ്ഡ് ആയിട്ടുള്ള ഒരു സബ്ജക്ട് വരിക. രാകേഷ് റോഷൻ, അതായത് ഹൃതിക് റോഷന്റെ അച്ഛൻ ഡയറക്ട് ചെയ്തൊരു സിനിമ വരും. ആ വർഷത്തെ ഫിലിം ഫെയർ ഉൾപ്പെടെ അവാർഡ് ഹൃതിക് റോഷന് വരികയും ചെയ്തത്. അത് ഭയങ്കര അഭിപ്രായം കിട്ടിയ ഒരു സിനിമയാണ്. ഹൃതിക് റോഷൻ, പ്രീതി സിൻഹ, രേഖ, ഹൃതിക് റോഷന്റെ അമ്മയായിട്ട് അവരെ അഭിനയിച്ചു. അച്ഛനായിട്ട് രാകേഷ് റോഷൻ തന്നെയാണ്. അത് അങ്ങനെ വലിയൊരു സിനിമയാണ്. അത് ഒരു എന്താ ഫാന്റസി ടൈപ്പ് ഒരു സിനിമ, ഈട്ടിലൊക്കെ പോലെ അങ്ങനെ വന്നിരിക്കുന്നു. പക്ഷെ കൃഷ് രണ്ടാം ഭാഗം ഒരു സിനിമ വരും. അതായത് ഇന്ത്യയിലെ പറയുമ്പോ ആദ്യം പറയേണ്ട സൂപ്പർ ഹീറോ ഫിലിംസിൽ ഒന്നാണ് ശരിക്കും കൃഷ് എന്ന് പറഞ്ഞത്. അതായത് നമ്മളെ ഒഫീഷ്യൽ സൂപ്പർ ഹീറോ ആദ്യത്തെ എന്ന് പറയുന്ന മാതിരത്തെ കൃഷ് എന്ന് പറഞ്ഞൊരു സംഗതി. അതായത് എന്റെ ഓർമ്മയില് ഞാനൊക്കെ +2 പഠിക്കുന്ന ടൈമിലാണ് സ്കൂൾ പഠിക്കുന്ന ആ സിനിമയുടെ അപ്ഡേറ്റ്സ്. അത് ഫസ്റ്റ് ടീച്ചർ ഹൃതിക് റോഷനെ വന്നിട്ട് ചവിട്ടിയിട്ട് ഇങ്ങനെ കൈ മടക്കി ഓടുന്ന ഒരു സംഗതിയാണ് അതിന്റെ ആദ്യം വന്നത്. ഭയങ്കര സംഭവം. പിന്നെ കൃഷ് 2 വന്നു. കൃഷ് 2 വന്നു നോക്കുമ്പോൾ കുറച്ചും കൂടി അപ്ഡേറ്റഡ് ആയിട്ട് ഈ കൃഷ് എന്നുള്ള സൂപ്പർ ഹീറോ കഥാപാത്രത്തിന് വെച്ചിട്ട് അതിൽ വിവേക് ഒബ്രോയി ആയിരുന്നു ആ സിനിമയിൽ. ഇപ്പൊ കൃഷ് 4 വരുമ്പോ എന്താണ് ഇതിൽ നിന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൃതിക് റോഷൻ തന്നെ സിനിമ സംവിധാനം ചെയ്യുന്നു എന്നാണ് ആദ്യം നമ്മൾ കേൾക്കുന്നത്. അത് കൃഷ് സീരീസിലത്തെ പല ആൾക്കാരും അതിൽ അഭിനയിക്കുന്നു എന്നതിന് പുറമെ എല്ലാ ഭാഷയിലും ആൾക്കാർ, അതായത് ഇപ്പോ സൗത്തിലത്തെ ആൾക്കാർ, ഇവിടുത്തെ തെലുങ്ക് അങ്ങനെ അല്ല ഉദ്ദേശിച്ചത്. ഇംഗ്ലീഷ് ഫിലിംസിലത്തെ ടെക്നീഷ്യൻസ് ഉൾപ്പെടെ, അതായത് ടെക്നീഷ്യൻസ്, ക്യാമറ സൈഡ് ആവട്ടെ, ഫൈറ്റ് മാസ്റ്റേഴ്സ് ആവട്ടെ, അങ്ങനെ. അതായത് ഫസ്റ്റ് കൃഷിന്റെ ക്യാമറമാൻ നമ്മൾ സന്തോഷ് തുണ്ടികള്, ദേവദൂതന്റെ ക്യാമറമാൻ. അപ്പോ കൃഷ് പുതിയ സിനിമ വരിക എന്ന് പറയുമ്പോ ഇന്ത്യയുടെ ഒഫീഷ്യൽ സൂപ്പർ സ്റ്റാറിന്റെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു വേർഷൻ നമുക്ക് കാണാമെന്നുള്ളതാണ്. അപ്പൊ അതാണ് ഹിന്ദിന്ന് വലിയൊരു വാർത്ത. ഇനി തമിഴ്ന്ന് വലിയൊരു വാർത്ത നോക്കുമ്പോ നമ്മുടെ റെട്രോ ഫിലിം കിട്ടിയിട്ടാണ് ഇപ്പൊ ന്യൂസ് വരുന്നത്. ഇപ്പൊ റെട്രോ ന്യൂസ് നോക്കുമ്പോ അവർ പ്രോപ്പർ ആയിട്ട് അപ്ഡേറ്റിന് കൃത്യസമയത്ത് തന്നിരുന്നു. അതായത് ഒരു മാസം ഇടവിട്ടിട്ട് ഒരു ടൈറ്റിൽ ടീസർ, ഫസ്റ്റ് സിംഗിൾ, സെക്കൻഡ് സിംഗിൾ. ഇപ്പോ ഒരാഴ്ചക്കും അവര് BTS അനിമേറ്റഡ് BTS വിടുന്നുണ്ട്. അപ്പൊ സിനിമ അടുത്ത മാസം റിലീസ് ആവാനായിരുന്നു. അത് ഓൾമോസ്റ്റ് ഡേറ്റ് ആണ്. ഇനി ഒരു 22 ദിവസം കൊണ്ട് സിനിമ റിലീസ് ചെയ്യാനുള്ളൂ. അപ്പൊ ഇനി സിനിമയിൽ എന്താണ് എന്ന് ചോദിച്ചു വരുമ്പോഴാണ് നമ്മുടെ ലിറിസിസ്റ്റ് വിവേക് ഒരു 3rd സിംഗിൾ കൂടി ഉണ്ടെന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സന്തോഷ് നാരായണൻ ഇപ്പൊ ഇന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ട്വീറ്റ് സുബ്രജ ട്വീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോ April 14 തമിഴ് ന്യൂ ഇയർ ആണ്. അപ്പൊ അന്ന് പടത്തിന്റെ 3rd സിംഗിൾ വരുന്നതാണ് കേൾക്കുന്നത്. അതുപോലെ തന്നെ അനൗൺസ്മെന്റ് നേരിട്ട് വന്നിട്ടില്ല. അതുപോലെ തന്നെ നമ്മുടെ നെഹ്റു സ്റ്റേഡിയത്തിൽ വെച്ചിട്ട് 18 അല്ലെങ്കിൽ 19 സിനിമയുടെ ഓഡിയോ ലോഞ്ച് ഉണ്ടാവും. ഗ്രാൻഡ് ഓഡിയോ ലോഞ്ച് നടത്താൻ ഒരു പ്ലാൻ ഇടുന്നുണ്ട്. അതുപോലെ തന്നെ അതിന്റെ നെക്സ്റ്റ് വീക്ക് സിനിമയുടെ ഒരു ട്രെയിലർ കൂടി ഉണ്ടാവും. കാരണം ട്രെയിലർ ആയിട്ട് വന്നിട്ടില്ല. ഇല്ല, ട്രെയിലർ വരുമ്പോൾ നമുക്ക് ഫുൾ സ്റ്റാർ കാസ്റ്റ് സിനിമ. അതായത് അതിലുള്ള പലരെയും നമ്മൾ കണ്ടിട്ടില്ല സിനിമയിൽ. ഇന്നിപ്പോ ആനന്ദേഗോഡന്റെ ഒരു എക്സ്ക്ലൂസീവ് സ്റ്റിൽസ് പക്ഷെ അതിലും നമുക്ക് അറിയാവുന്ന ആൾക്കാർ മാത്രം തന്നെ ഉള്ളൂ. ജയറാം, ജോജു, പൂജ, സൂര്യ, എത്ര തന്നെ കാണിട്ടുള്ളൂ. അപ്പൊ ട്രെയിലർ വരുമ്പോ നമുക്ക് അവിടെ പറ്റിയിട്ട് കൂടുതലും പറയാൻ പറ്റും. ട്രെയിലർ ഇത് തമിഴ് ന്യൂ ഇയറിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് തമിഴ് ന്യൂ ഇയറിന് നമ്മുടെ കൂലിയുടെ ടീച്ചർ വരും എന്നുള്ളൊരു നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോ കൂലിയുടെ ടീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞ ആ സിനിമ ഏത് വേർഡ് എന്താണ് ആ സിനിമയില് എന്നുള്ളത് സ്കിൽസ് അല്ലാതെ നമുക്ക് ആ സിനിമയെ പറ്റിയിട്ട് കൃത്യമായിട്ടുള്ള ഒരു ഐഡിയ ഇല്ല. ഇപ്പൊ അത് 1 മിനിറ്റ് ആയിട്ടുള്ള ടീച്ചർ ആണെങ്കിൽ, ഒരു 55 സെക്കൻഡ് ആയിട്ടുള്ള ടീച്ചർ ആണെങ്കിൽ ടീച്ചർ വഴി കൃത്യമായിട്ട് നമുക്ക് ഒരു എക്സൈറ്റ്മെന്റ് തരാൻ ലോകേഷ് ഭയങ്കര എന്താ കൈദിയുടെ ആദ്യത്തെ ടീച്ചർ വന്ന എനിക്ക് ഇപ്പോഴും നല്ല ഓർമ്മയുണ്ട്. അപ്പൊ അതില് മെയിൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർത്തി ഒരു ബക്കറ്റ് ബിരിയാണി സംഗതി. അതിൽ ലാസ്റ്റ് സസ്പെക്ടിന്റെ പേര് ഗില്ലി എന്ന് പറയുന്നതായിരുന്നു ടീച്ചറിന്റെ ലാസ്റ്റ്. അതേപോലെ തന്നെ ഹാൻഡ് കഫിന്റെ കൈ ഇടിച്ചിട്ട്. അപ്പൊ അതിന് പുറമെ പിന്നെ നമുക്ക് എന്താ പറയാ വിക്രമിന്റെ ടീച്ചർ ആവട്ടെ, അതായത് വിക്രമിന്റെ അനൗൺസ്മെന്റ് ടീച്ചറും ഒറിജിനൽ ടീച്ചറും ലിയോയുടെ ടീച്ചറും. അപ്പൊ ടീച്ചറുകള് അതേപോലെ തന്നെ കൂലിക്ക് ഒരു അനൗൺസ്മെന്റ് ടീച്ചർ ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ലോകേഷിന്റെ ഒരു ടീച്ചർ എന്ന് പറയുമ്പോൾ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു അതേമാതിരി തന്നെ ഇപ്പോ തമിഴിൽ വന്നിട്ടുള്ള, അല്ലെങ്കിൽ തമിഴിൽ നിന്ന് അല്ല, ഇപ്പൊ സൗത്ത് ഇന്ത്യയിൽ വന്നിട്ടുള്ള
മികച്ചൊരു അനൗൺസ്മെന്റ് അല്ലു അർജുന്റെ എക്സ്പീരിയൻസ് ഉണ്ട്. ഒരു പാനിന്റെ അനൗൺസ്മെന്റ് എന്ന് പറയണം നമുക്ക്. നമ്മൾ അതിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു സിനിമ ഇങ്ങനെ വരുന്നുള്ള ഈ അനൗൺസ്മെന്റ് ഈ ഇന്ന ദിവസം അല്ലു അർജുന്റെ ബർത്ത്ഡേക്ക് പറഞ്ഞിട്ടുണ്ട്. അത് അതുപോലെ തന്നെ വരികയും ചെയ്തു. സിനിമയെ പറ്റിയിട്ട് എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് വിവരങ്ങൾ നമ്മൾ ഷെയർ ചെയ്യാം. അതൊക്കെ നമ്മൾ സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് അതെ, കാരണം നമുക്കതൊരു 1 മിനിറ്റിൽ പറഞ്ഞ് തീർക്കാൻ പറ്റില്ല. അത് നമ്മൾ ഇതുവരെ ഇപ്പൊ പറഞ്ഞത് 20 വർഷം നിങ്ങൾ കണ്ട സിനിമ അല്ലാത്തൊരു വേൾഡ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതാണ്.